ഹായ് മക്കളെ, നമസ്കാരം. സ്നേഹപൂർവം അമ്മ. സ്നേഹപൂർവം അമ്മ എന്ന് പറയുന്ന പാഠഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്ത് വെക്കുക. പാഠഭാഗത്തിൻ്റെ പേര് സ്നേഹപൂർവ്വം അമ്മ. പാഠഭാഗം വായിച്ചതിന് ശേഷം വേണം ഈ ഒരു റിവിഷൻ സെക്ഷനിലേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പാഠഭാഗ സമ്മറി സെറ്റാക്കുന്നു, ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുന്നു. ഓക്കെ, അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മക്കൾ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, സ്നേഹപൂർവ്വം അമ്മ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ രൂപത്തിൽ തയ്യാറാക്കിയ കത്തിൻ്റെ രൂപത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. എഴുത്തുകാരി ആരാണ്? നമ്മുടെ സ്വന്തം സുഗതകുമാരി ടീച്ചറാണ്. നോക്കുക, സുഗതകുമാരി മലയാളത്തിലെ പ്രശസ്ത കവിയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി. സ്വതന്ത്ര സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതയായ വി.കെ. കാർത്യായനി അമ്മയുടെയും മകളാണ് ആര്? നമ്മുടെ സുഗതകുമാരി ടീച്ചർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെൻ്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിൻ്റെയും സ്ഥാപക സെക്രട്ടറിയാണ് ഇവർ. സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ചു. 2020 ഡിസംബർ 23 മരണമടഞ്ഞു. പാഠത്തിൻ്റെ പേര് സ്നേഹപൂർവ്വം അമ്മ. പാഠസംഗ്രഹം. സുഗതകുമാരിയുടെ മേഘം വന്നു തൊട്ടപ്പോൾ എന്ന സമാഹാരത്തിലെ ഈ കത്ത് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന കൗമാരക്കാരെ കുറിച്ചുള്ള ഒരമ്മയുടെ തീവ്രമായ ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. ദൂരെയുള്ള മഹാനഗരത്തിൽ തനിച്ച് താമസിക്കുന്ന മകന് അമ്മ എഴുതുന്ന കത്താണിത്. ഒരു സുഹൃത്തിൻ്റെ ആവശ്യത്തിനായി മനോരോഗ ആശുപത്രിയിൽ പോകാനിടയായ അമ്മ അവിടെ വെച്ച് ഹൃദയഭേദകമായ ഒരു കാഴ്ച, എന്താ ഹൃദയഭേദകം, ഹൃദയത്തെ തകർക്കുന്ന രൂപത്തിലുള്ളൊരു കാഴ്ച കാണാനിടയാകുന്നു. തൻ്റെ മകൻ്റെ അതേ പ്രായവും രൂപസാദൃശ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ആശുപത്രിയിലെ അഴികളിൽ പിടിച്ച് അമ്മേ അമ്മേ എന്നെ വിട്ടുപോകല്ലേ എന്ന് ഭ്രാന്തമായി നിലവിളിക്കുന്നത് അമ്മ കേൾക്കുന്നു. ആ കാഴ്ച അമ്മയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളയുന്നു. എഞ്ചിനീയറിങ്ങിന് പഠിച്ചിരുന്ന, നന്നായി പാടുമായിരുന്ന ആ മിടുക്കനായ ചെറുപ്പക്കാരനെ ആ ദുരവസ്ഥയിൽ എത്തിച്ചത് മദ്യവും മയക്കുമരുന്നുകളുമായിരുന്നു. അമ്മയോട് സംസാരിച്ച് നിൽക്കെ തന്നെ അവൻ്റെ ഭാവം മാറുകയും പൈശാചികമായി അലറിക്കൊണ്ട് അഴികളിൽ തലയിട്ടടിക്കുകയും ചെയ്യുന്നത് അമ്മ ഭയത്തോടെയാണ് കണ്ടു നിൽക്കുന്നത്. തൻ്റെ മകനെ പോലെ അച്ഛനമ്മമാരുടെ സ്വപ്നമായിരുന്ന, നാടിന് അഭിമാനമാകേണ്ടിയിരുന്ന ഒരു യുവാവ് എല്ലാ പ്രതീക്ഷകളും നശിച്ച് ഭ്രാന്താശുപത്രിയുടെ അഴികൾക്കുള്ളിൽ ഒടുങ്ങുന്ന കാഴ്ച, ലഹരിയുടെ ഭീകരമായ മുഖമാണെന്ത് ചെയ്യുന്നത് അമ്മ കാണിക്കുന്നത്. ഈ ഒരൊറ്റ കുട്ടിയുടെ അനുഭവത്തിലൂടെ ലഹരി എന്ന മഹാവിപത്ത് യുവതലമുറയെ എങ്ങനെ കാർന്നു തിന്നുന്നുവെന്ന് അമ്മ മകന് കത്തിലൂടെ വിവരിച്ചു കൊടുക്കുന്നു. പലപ്പോഴും നിസ്സാരമായി മുതിർന്ന ആളാണെന്ന് ഭാവിക്കാനും പരസ്യങ്ങളിലെ വീരന്മാരെ അനുകരിക്കാനുമായി സിഗരറ്റിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. പുകയിലയുടെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് വിലപ്പോവില്ല. ക്രമേണ അത് മദ്യത്തിലേക്കും ലഹരി പോരാതെ പോരുമ്പോൾ കൗതുകത്തിനായി കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തേക്ക് നീങ്ങുന്നു. ഈ വിഷവസ്തുക്കൾ ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ നമ്മളെ അടിമകളാക്കുന്നു. ഈ കുട്ടികളെ നശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നത് വൻകിട കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണ്. പരസ്യങ്ങളിലൂടെയും മറ്റും ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഈ ലോകത്ത് കുട്ടികളുടെ വഴികളിൽ ചതിക്കുഴികൾ നിറഞ്ഞിരിക്കുകയാണെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ 20% കുട്ടികൾ ലഹരിക്ക് അടിമകളായി എന്ന ഔദ്യോഗിക കണക്ക് ഈ വിപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വെറും ഒരു നേരം പോക്കിനായിരിക്കും പലപ്പോഴും നമ്മൾ തുടങ്ങുക ഈ ശീലം. പക്ഷെ തിരിച്ചറിയുമ്പോഴേക്കും നമ്മൾ ഊരാൻ പറ്റാത്ത രൂപത്തിൽ ആ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാകും. തൻ്റെ മകൻ്റെ തലമുറ വിഡ്ഢികളായി സ്വയം നാശത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത്. പകരം നിവർന്ന നട്ടല്ലോടെ, ഉയർന്ന ശിരസ്സോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ, ശുദ്ധനും അഭിമാനിയുമായി വളർന്നു വരാൻ എൻ്റെ കുഞ്ഞിന് കഴിയണം. അത് കാണാനുള്ള ഭാഗ്യം തനിക്കും ഈ നാടിനും ഉണ്ടാകണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ് അമ്മ ആ കത്ത് അവസാനിപ്പിക്കുന്നത്. സെറ്റാണല്ലോ. ആദ്യത്തെ ചോദ്യം നോക്കുക. ഈ കൊച്ചൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. വലിയ പാട്ടുകാരനാ, ഒക്കെ തുലച്ചു. ഇവനൊക്കെ ആദ്യം ഒരു രസത്തിന് തുടങ്ങും, പിന്നെ ഗതിയില്ല. ആശുപത്രി ജോലിക്കാരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ. പിന്നീട് അവന് സംഭവിച്ചത് എന്തെല്ലാം? നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കൂ. സമൂഹത്തിനെ ലഹരി രൂപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും, ആ നിർദ്ദേശങ്ങൾ കൂടി വേണം. ആശുപത്രി ജോലിക്കാരൻ്റെ ഈ വാക്കുകൾ ലഹരിയുടെ ഉപയോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്ര പെട്ടെന്നാണ് തകിടം മറിക്കുന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഒരു രസത്തിന് വേണ്ടി ആരംഭിക്കുന്ന ഈ ദുശ്ശീലം പിന്നീട് നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു.
ഈ പാഠഭാഗത്തിൽ വായനക്കാരൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രിയിലെ ബഹളങ്ങൾക്കിടയിൽ അമ്മേ അമ്മേ എന്ന വിളി കേട്ട് അത് തൻ്റെ സ്വന്തം മകൻ്റെ ശബ്ദമാണെന്ന് കരുതി ആ അമ്മ ഞെട്ടി ഓടിച്ചെല്ലുന്നതാണ്. തൻ്റെ കുഞ്ഞിൻ്റെ അതേ രൂപവും നിറവും ചുരുണ്ട മുടിയുമുള്ള, എന്നാൽ കണ്ണുകൾ കുഴിഞ്ഞ് മലിനനായ പരവശനായി നിൽക്കുന്ന ആ 18കാരൻ്റെ രൂപം ആ അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മേ, മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് അവൻ കണ്ണീരോടെ ഏറ്റുപറയുമ്പോൾ അത് ഒരമ്മയുടെ മാത്രം വേദനയല്ല, മറിച്ച് ലഹരിക്കടിമപ്പെട്ട് മക്കളെ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വേദനയായി മാറുന്നു. ലഹരി എന്ന ഈ മഹാവിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ വിദ്യാർത്ഥികളായ നമുക്ക് പലതും ചെയ്യാനാകും. ഒരു രസത്തിനോ കൗതുകത്തിനോ കൂട്ടുകാരുടെ നിർബന്ധത്തിനോ വഴങ്ങി ഒരിക്കൽ പോലും ലഹരി പരീക്ഷിക്കരുത് എന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. ലഹരിയുടെ ഭീകരതയെക്കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലും ശക്തമായ ബോധവൽക്കരണം നടത്തണം. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനും അവരെ സ്നേഹത്തോടെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആവശ്യമെങ്കിൽ അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ സഹായം തേടാനും ചികിത്സയും കൗൺസിലിംഗും നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും കൂട്ടുകാർക്ക് കഴിയണം. ലഹരി ഉപയോഗം മഹത്വവൽക്കരിക്കുന്ന സിനിമകളെയും മറ്റ് മാധ്യമങ്ങളെയും നാം തിരിച്ചറിയുകയും വിമർശിക്കുകയും വേണം. പുതിയ തലമുറയെ വലിയ വിപത്തിൽ നിന്ന് കരകയറ്റേണ്ട ബോധ്യം ഈ കത്ത് നൽകുന്നു. സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ സമകാല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. സുഗതകുമാരിയുടെ സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠഭാഗത്തിലെ നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് എന്ന വാക്യം ലഹരിയുടെയും തെറ്റായ സ്വാധീനങ്ങളുടെയും ആധുനിക കാലത്തെ വ്യാപനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. സമകാലിക സാഹചര്യത്തിൽ ലഹരി ഉപയോഗം വളരെ നേരത്തെ തുടങ്ങുകയും അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപങ്ങളിൽ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. വലിയ ഹോട്ടലുകളിലും ഇരുണ്ട കോണുകളിലും ഒതുങ്ങി നിന്നിരുന്ന ലഹരി ഇന്ന് സ്കൂളുകൾക്ക് സമീപത്തും ഓൺലൈൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികളിലുമെല്ലാം വ്യാപിച്ചിരിക്കുന്നു. ലഹരി കച്ചവട മാഫിയ സംഘങ്ങൾ ഫ്രീ ട്രയൽ എന്ന രീതിയിൽ പോലും കുട്ടികളെ ഇന്ന് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉപയോഗ തുടക്കം എന്തായിരിക്കും? ഫ്രീ ആയിട്ട് തരും. ഈ ചതിക്കുഴികൾ എത്രത്തോളം ആസൂത്രിതമാണ് എന്ന് വ്യക്തമാക്കുന്നു. കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സൈബർ ഇടം ഇന്ന് പലപ്പോഴും സുരക്ഷിതമല്ല. ഓൺലൈൻ ചൂഷണങ്ങൾ, അശ്ലീലത, അപകടകരമായ വെല്ലുവിളികൾ, തെറ്റായ ജീവിതശൈലിക്ക് പ്രോത്സാഹനം നൽകുന്ന പരസ്യങ്ങൾ, സൈബർ ബുള്ളിംഗ് എന്നിവയെല്ലാം കൗമാരത്തിൻ്റെ മാനസികാരോഗ്യത്തെയും ഭാവിയെയും തകർക്കുന്ന ചതിക്കുഴികളാണ്. ഈ ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ അമ്മയുടെ കത്തിലെന്ന പോലെ സ്നേഹത്തിൻ്റെയും ജാഗ്രതയുടെയും ചങ്ങലകളിലൂടെ കൂട്ടിക്കെട്ടേണ്ടത് അത്യാവശ്യമാണ്. നിയമപരമായ കർശന നടപടികൾക്കൊപ്പം തുറന്ന ആശയവിനിമയത്തിലൂടെയും മാതൃകകളിലൂടെയും കുട്ടികളെ ഈ ചതിക്കുഴികളിൽ വീഴാതെ കൈപിടിച്ച് നടത്തേണ്ടതുണ്ട് എന്ന് ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു. പാഠഭാഗം വായിക്കുക, ചോദ്യോത്തരം സെറ്റാക്കുക, സമ്മറി റെഡിയാക്കിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.